ഹലോ ഗൈസ്, വൈറലായ ബ്രെഡ് സാൻഡ്വിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ വൈറലായി മാറിയ ബ്രെഡ് സാൻഡ്വിച്ച് ഞാനും ട്രൈ ചെയ്തു. സംഭവം അടിപൊളിയാണ്. ഇതുവരെയും ട്രൈ ചെയ്യാത്തവരാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഹെൽത്തിയാണ്. ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ നമ്മളതിൽ ആഡ് ചെയ്യുന്നില്ല. ഹെൽത്തിന് ഓക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡ് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡ് കട്ട് ചെയ്ത് ആ പീസ് നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നില്ല. കുറച്ചുകൂടി ട്രയാങ്കിളായിട്ടുള്ള ഒരു ഷേപ്പിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ ആ നടുക്കത്തെ സ്പേസ് മാത്രം എടുക്കുന്നത് കേട്ടോ. ബാക്കിയൊക്കെ ഇത് കുക്കിങ്ങിൻ്റെ ടൈമിൽ കുറേയൊക്കെ എൻ്റെ വയറ്റിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെയാണ് വിശപ്പ് സഹിച്ചത് ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കണ്ടേ. അപ്പോൾ അത് ആ ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺ കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് എത്തിയോ എന്നുള്ളത് അറിയണ്ടേ. കറക്റ്റായിട്ട് ബ്രെഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് ബാക്കി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് തയ്യാറാക്കാം അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ബേസായിട്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലി ഞാൻ വാങ്ങിയതല്ല കേട്ടോ. വറ്റൽമുളക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തു. വേറെ വാങ്ങാനൊന്നും നിന്നില്ല. അത് നല്ലതുപോലെ അങ്ങ് ക്രഷ് ചെയ്തെടുത്ത്. അപ്പോൾ ആ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ വറ്റൽമുളക് എരിവില്ലാതെ വിചാരിക്കരുത്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എരിവിന് ആവശ്യമായ രീതിയിൽ മാത്രം വറ്റൽമുളക് ചേർക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അധികം വറ്റൽമുളക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം എരിവുണ്ടാവും. അപ്പോൾ കുറച്ച് വറ്റൽമുളക് ഭംഗിക്ക് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. വറ്റൽമുളക് ചേർത്തു. പിന്നെ അതിലേക്ക് ഇത് ആവശ്യത്തിന് കുരുമുളക് പൊടി, കാരണം ഇതൊക്കെ എരിവിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നവർ ഇത് എരിവ് കുറച്ച് മാത്രം ഇട്ടാൽ മതി. അതായത് ഇപ്പം ഞാനിടുന്നതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി. ടേസ്റ്റ് ഉണ്ടാവും, അതിൽ ടേസ്റ്റിൽ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ എരിവ് ഒരുപാട് ഹൈ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ കുറച്ച് ഉപയോഗിക്കുക, വറ്റൽമുളകും അതേപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ആ ഒരു കുരുമുളക് പൊടിയും വറ്റൽമുളകും ആ ക്രഷ്ഡ് ചില്ലിയും പിന്നെ നമ്മുടെ ഉപ്പും എല്ലാം കൂടി ആ മുട്ടയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് സോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നമുക്കൊരു ഉപ്പിൻ്റെ കുറവ് ഫീൽ ചെയ്യരുതല്ലോ. അപ്പോൾ ഞാൻ അമൂലിൻ്റെ സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതൊരു പീസ് വെച്ചൊരു പാനിലേക്ക് നല്ലതുപോലെ, പാനിൻ്റെ എല്ലാ കോണിലേക്കും വരുന്ന രീതിയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ പുറത്താണ് നമ്മൾ ബ്രെഡ് വെക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബട്ടറിൻ്റെ ഒരു ബേസ് പാനിൽ ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാത്തിലേക്കും ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് എല്ലാം കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അതിങ്ങനെ നിരനിരയായിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അടിയൊന്ന് ഫ്രൈ ആവട്ടെ. അതിൻ്റെ ബേസ് ഒന്ന് ഫ്രൈ ആകുന്നവരെ ചെറുതായിട്ട് ആ ബട്ടറിലൊന്ന് ഫ്രൈ ആകാൻ വെക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പം അതിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, എഗ്ഗിൻ്റെ ആ ഒരു ബാറ്റർ ഇതിൻ്റെ മേളിൽ കൂടെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ബ്രെഡ് മുങ്ങുന്ന രീതിയിൽ, അതായത് ബ്രെഡിൽ ഫുള്ളായിട്ട് ഈ ഒരു മുട്ടയുടെ ആ ഒരു ബാറ്റർ എത്തണം. ആ രീതിയിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ആകാത്ത പോർഷനിലേക്ക് നമുക്ക് സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒഴിച്ച് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈ ഒരു എഗ്ഗാണ് അതിന് ബേസായിട്ട് വരുന്നത്. അപ്പോൾ ആ എഗ്ഗ് എല്ലാ സ്ഥലത്തേക്കും എത്തണം. എന്നിട്ട് അത് ലോ ഫ്ലെയിമിലൊന്ന് സെറ്റ് ചെയ്തു. അതൊന്ന് സെറ്റായതിന് ശേഷം ഞാൻ അതിനെ ഒന്ന് മറിച്ചിടുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്കതിങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചട്ടകം വെച്ചിട്ട് അത് മറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം മറിച്ചിട്ടാൽ മതി. അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനതൊന്ന് പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷമാണ് മറിച്ചിടുന്നത്. കാരണം റിസ്ക് എടുക്കാൻ വയ്യ. എങ്ങാനും ഞാൻ മറിച്ചിടുന്ന സമയത്ത് ഇത് ഇന്ത്യയുടെ ഭൂപടം വല്ലതും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആകും. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പ്ലേറ്റിൽ നിന്ന് നേരെ ഞാൻ എൻ്റെ പാനിലേക്ക് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് പാനിലേക്ക് വന്നു. നമ്മളുടെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ബേസ് നമുക്ക് പൊളിയാതെ കിട്ടിയിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസ് അപ്പുറത്തോ ഒരു പീസ് ഇപ്പുറത്തോ ഒക്കെ ആയിട്ട് പോകും. ആ റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ടെക്നിക്കിലാണ് അതൊന്ന് മറിച്ചിട്ടത്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഉണ്ടോ, അത് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ പിസ്സ സോസാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്.
പിസ്സ സോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടിയും ബെറ്റർ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ സോസും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിസ്സ സോസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ ആ ബേസിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ്, മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നല്ല ഹെൽത്തിയാണ്. കാരണം വെജീസ് കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. കാരണം ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മളിതിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാകും. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള, ക്യാരറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം, തക്കാളി അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അരി കളഞ്ഞിട്ട് അതിൻ്റെ പുറം ഭാഗം മാത്രം അരിഞ്ഞെടുക്കുക. ഉള്ളിൽ അരി ഇടരുത് കേട്ടോ. ഉള്ളിലത്തെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ആ തോട് ഭാഗം മാത്രം കട്ട് ചെയ്തിടുക. അതെല്ലാം കൂടെ കട്ട് ചെയ്ത് നല്ലതുപോലെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ ഈ വെജീസ് എത്തണമല്ലോ, നല്ലതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. അത് ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ അതെല്ലാം ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് ചീസ്, ഞാനിപ്പോൾ ഗ്രേറ്റഡ് ചീസ് അല്ല എടുത്തിരിക്കുന്നത്, അതല്ലാതുള്ള സ്ലൈസാണ്. അപ്പോൾ സ്ലൈസ് ഒരു 4-5 പീസ് ഞാൻ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ അതിലേക്ക് ഞാനൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എരിവൊക്കെയാണ്, നിങ്ങൾക്ക് ആ ഒരു എരിവിൻ്റെ ഇതും കൂടെ വേണം, കുറച്ച് ഹോട്ടായിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഹോട്ട് ആൻഡ് സ്പൈസി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രഷ്ഡ് ചില്ലി വീണ്ടും ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഞാൻ ചീസിൻ്റെ സ്ലൈസാണ് വെക്കുന്നത്. ഗ്രേറ്റ് ചെയ്തതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ സ്ലൈസാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ സ്ലൈസ് നല്ലപോലെ വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് വേകട്ടെ. കാരണം നമ്മൾ വെജീസ് ചേർത്തിരുന്നു, അതൊന്ന് വേകട്ടെ. ഒരു 5-10 മിനിറ്റ് അതങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മളത് ആ മുടി തുറന്ന് അപ്പോൾ ആ ചീസെല്ലാം തന്നെ അതിൽ മെൽട്ടായിട്ടുണ്ട്. വെജീസ് അത്യാവശ്യം ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്, ഒരുപാട് അങ്ങ് കുക്കായിട്ടില്ല, ഹാഫ് കുക്ക്ഡ്. കാരണം നമ്മൾ അതിന് മാത്രം ടൈം കൊടുത്തിട്ടില്ലല്ലോ, ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാനത് സൂക്ഷിച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ല, നിങ്ങളതിന് കഴിച്ച് കാണിക്കണ്ടേ. അപ്പോൾ അതാ ഞാനതങ്ങ് കട്ട് ചെയ്ത് പീസ് എടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. വേഗാതെ കഴിക്കണേ. അനുഭവം കൊണ്ടാണ് ഞാൻ ആ ചൂടോടുകൂടി, ആക്രാന്തം എന്ന് വേണേൽ പറയാം, ഒരാക്രാന്തത്തോട് കൂടിയിട്ട് എടുത്തങ്ങ് കടിച്ചതാവാൻ പൊള്ളിയില്ലേ. പിന്നെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ലൊരു ഐറ്റമാണ്, എനിക്ക് എന്തായാലും ഇഷ്ടമായി. പിന്നെ കടിച്ചിട്ട് തന്നെ ആ സാധനം തിരിച്ച് ആ ഫുൾ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് വെച്ചത് മോശമായി എന്നുള്ള കമൻറ്റ് വരരുത്. അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത്. ഇതിപ്പം ഞങ്ങൾ തന്നെ തീർക്കും, ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നാളത്തേക്ക് മിച്ചം വെക്കുന്നത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതോ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ വെച്ചത് കേട്ടോ. കാരണം ചൂടോടുകൂടി എടുത്ത് കടിച്ചതല്ലേ, പല്ലിന്നാക്കുകയും എല്ലാം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.